ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ ജോർദാൻ ഭരണത്തലവന്മാരുമായി പശ്ചിമേഷ്യൻ സംഘർഷം ടെലിഫോണിൽ ചർച്ച ചെയ്തു. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ 3 ഇന്ത്യൻ താരങ്ങൾ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. പത്രിക നൽകാൻ 2 പ്രവൃത്തി ദിനങ്ങൾ മാത്രം ശേഷിക്കെ 32 പേരാണ് ഇതുവരെ പത്രിക നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും യുഡിഎഫിലെ ബിന്ദുകൃഷ്ണയും യുഡിഎഫിലെ തന്നെ ടി എൻ പ്രതാപനും ഇന്നലെ പത്രിക നൽകിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ മറ്റു ചില കക്ഷികളുടെ സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഐയുഎംഎൽ സ്ഥാനാർത്ഥിയും സിപിഐഎം, കേരള കോൺഗ്രസ്, കക്ഷിരഹിതൻ എന്നിവരടക്കം 4 പേരാണ് ഇന്നലെ പത്രിക നൽകിയത്. കൊല്ലം ജില്ലയിൽ കോൺഗ്രസിലെ സിആർ മഹേഷും ഐഷ പോറ്റിയും ഉൾപ്പെടെ 7 പേർ ഇന്നലെ പത്രിക നൽകി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 37 സ്ഥാനാർത്ഥികളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വി എസ് ശിവകുമാർ, കെ എസ് ശബരിനാഥ്, സന്ദീപ് വാര്യർ തുടങ്ങിയവർ രണ്ടാം പട്ടികയിലുണ്ട്. നേരത്തെ 55 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. കണ്ണൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പട്ടികയിലുണ്ട്. കണ്ണൂരിൽ ടി ഒ മോഹനനും മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരിയും കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പച്ചേരിയും മത്സരിക്കും. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനും യുഡിഎഫ് സ്വതന്ത്രരായി മത്സരിക്കും. എൻഡിഎ സ്ഥാനാർത്ഥികളായി ധർമ്മടത്ത് കെ രഞ്ജിത്തും തലശ്ശേരിയിൽ ഒ നിതീഷും മട്ടന്നൂരിൽ ബിജു ഏളക്കുഴിയും കല്യാശ്ശേരിയിൽ എ വി സുനിൽകുമാറും കൂത്തുപറമ്പിൽ ജി ഷിജിലാലും മത്സരിക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കുന്നതിന് തയ്യാറാക്കിയ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഇ വിദ്യ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു പ്ലാറ്റ്ഫോം ഏർപ്പെടുത്തുന്നത്. ഇതോടെ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒരേ നിലവാരത്തിൽ പരിശീലനം ഉറപ്പാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാൻ സമയപരിധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12-ഡിയിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ടോ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40%-ലേറെ ഭിന്നശേഷിക്കാർക്കുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. അവശ്യ സേവന വിഭാഗത്തിൽപ്പെട്ട വകുപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായവർക്ക് തപാൽ വോട്ടിന് നാളെ വരെ അപേക്ഷിക്കാം. ഫോം പൂരിപ്പിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കണം. ഏപ്രിൽ 3, 4, 5 തീയതികളിൽ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ കണ്ണൂരിൽ പൂർത്തിയായി. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് റാൻഡമൈസേഷൻ നടത്തിയത്. കോട്ടയം ജില്ലയിലും വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയായി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുനിരീക്ഷകർ ജില്ലകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളുടെ വിലയിരുത്തലും ആരംഭിച്ചു. കോഴിക്കോട്, തിരുവനന്തപുരം അടക്കം ജില്ലകളിൽ നിരീക്ഷകർ യോഗം ചേർന്നു. ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളുടെ പരിശോധനയും തുടരുകയാണ്. ജില്ലകളിൽ മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനവും ആരംഭിച്ചു. ഭിന്നശേഷിക്കാരായി വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയവർക്ക് ബാലറ്റ് പേപ്പർ വീട്ടിലെത്തിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവശ്യ സർവീസായി ഉൾപ്പെടുത്തിയ 14 വകുപ്പുകളിലെ ജീവനക്കാർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കർണാടക അതിർത്തിയായ കണ്ണൂർ കൂട്ടുപുഴയിൽ പരിശോധന കർശനമാക്കി. സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചാണ് പരിശോധന തുടങ്ങിയത്. ലഹരി വസ്തുക്കൾ, കള്ളപ്പണം, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയാനാണ് 24 മണിക്കൂറും നീളുന്ന പരിശോധന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ കൂടി എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കൊണ്ടോട്ടിയിൽ ഡോക്ടർ പി ജിജിയും കോട്ടക്കലിൽ കെ പ്രീതിയും മത്സരിക്കും. തിരൂരിൽ വി വി അബ്ദുറഹ്മാനാണ് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായും പശ്ചിമേഷ്യൻ സംഘർഷത്തെപ്പറ്റി ടെലിഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച 3 നേതാക്കളും മേഖലയിൽ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായും ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തർ അമീറുമായി സംസാരിച്ച നരേന്ദ്രമോദി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ സ്വതന്ത്ര കപ്പൽ സഞ്ചാരത്തിന് ഇന്ത്യയും ഖത്തറും അനുകൂലമായി നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചരക്കുകളുടെയും എണ്ണയുടെയും തടസ്സമില്ലാത്ത ഗതാഗതത്തിന് ഇന്ത്യയും ജോർദാനും പിന്തുണ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് സഹായകമാകുന്ന ജോർദാന്റെ ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഗൾഫ് മേഖലയിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത് ആഗോള ഊർജ്ജ സാഹചര്യത്തെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ആക്രമണങ്ങൾ അസ്വീകാര്യമാണെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനെതിരായ സൈനിക നീക്കത്തിലൂടെ ഇസ്രായേലും അമേരിക്കയും ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷിയെ ഗണ്യമായി കുറച്ചെന്ന് നെതന്യാഹു ജെറുസലേമിൽ അറിയിച്ചു. ആഗോള എണ്ണപ്പാത തടസ്സപ്പെടുത്തി ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഇറാന്റെ ശ്രമമെന്നും അത് അനുവദിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇന്നത്തെ ഇൻഡോർ ഷാർജ ഇൻഡോർ സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാർ റീബുക്കിംഗിനോ പണം തിരികെ ലഭിക്കുന്നതിനോ എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ. പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഖാസിമാർ ഇന്ന് പെരുന്നാൾ പ്രഖ്യാപിച്ചത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കോഴിക്കോട് ഖാസിമാരായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, സയ്യിദ് അബ്ദുൽ നാസർ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവരാണ് പെരുന്നാൾ പ്രഖ്യാപനം നടത്തിയത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ശവ്വാലിന്റെ പൊന്നമ്പിളി തെളിഞ്ഞു. പള്ളിമിനാരങ്ങളിൽ നിന്നും വീടകങ്ങളിൽ നിന്നും നാഥന്റെ സ്തോത്രങ്ങൾ തക്ബീർ ധ്വനികളായി ഒഴുകുന്നു. കഴിഞ്ഞ 29 പകൽ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സർവ്വതും അല്ലാഹുവിൽ അർപ്പിച്ച വിശ്വാസികൾക്ക് ഇന്ന് ആത്മഹർഷത്തിന്റെ ചെറിയ പെരുന്നാൾ. പുലർച്ചെ കുളിച്ചൊരുങ്ങി പുതുവസ്ത്രങ്ങളണിഞ്ഞ് അത്തർ പൂശി വിശ്വാസികൾ പള്ളികളിലേക്ക്. ഒരേ സ്വരത്തിൽ തക്ബീർ ചൊല്ലി പെരുന്നാൾ നമസ്കാരം. പിന്നെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ബന്ധുവീടുകളിലേക്കും അയൽപ്പക്കങ്ങളിലേക്കും. ഇസ്ലാമിക വിശ്വാസികൾക്ക് ഗവർണറും മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പ്രമുഖർ ഈദ് ഉൽ ഫിത്തർ ആശംസ നേർന്നു. ആത്മനിയന്ത്രണം, കരുണ തുടങ്ങിയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആഘോഷം സമൂഹത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. അപരന്റെ ദുഃഖത്തിൽ താങ്ങാകാനും മൈത്രിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം നാടാകെ പരത്താനും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ ആഘോഷാരവങ്ങളാവട്ടെ ചെറിയ പെരുന്നാളെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ത്യാഗം, സ്നേഹം, നന്ദി എന്നിവയാണ് ഈദ് ഉൽ ഫിത്തർ നൽകുന്ന സന്ദേശമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദേശത്തിൽ പറഞ്ഞു. പെരുന്നാൾ ആഘോഷത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ടൂറിസ്റ്റ് ബോട്ട് ഉടമകൾ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട്ടെ സീനിയർ പോർട്ട് ഓഫീസർ ആവശ്യപ്പെട്ടു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ തൻവി ശർമ്മ, ഇഷ റാണി ബറുവ, മാളവിയ ബെൻസോദ് എന്നിവർ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പാരീസിലെ പാലീസ് ഡെസ് സ്പോർട്സിൽ ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡി അർജുൻ മഠത്തിൽ രാമചന്ദ്രൻ, ഹരിഹരൻ അംശകരുൺ എന്നിവരും ക്വാർട്ടർ ഫൈനലിലെത്തി. നേരത്തെ പുരുഷ സിംഗിൾസിൽ ക്വാർട്ടറിലെത്തിയ ആയുഷ് ഷെട്ടി ജപ്പാൻ താരത്തോട് തോറ്റു. കോഴിക്കോട് ജില്ലയിലെ ഏതാനും പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ പരിധിയിൽ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുന്ന നടപടി നാളെ ആരംഭിക്കും. 14,000-ൽ പരം വളർത്തുപക്ഷികളെ കള്ളിംഗ് ചെയ്യാനാണ് തീരുമാനം. കേരളത്തിലെ 7 തെക്കൻ ജില്ലകളിൽ നിന്ന് കരസേനയിൽ അഗ്നിവീർ ആകാൻ ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലക്കാർക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 1 വരെ അപേക്ഷ നൽകാം. കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് കൂടിപ്പിരിയലോടെയാണ് സമാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് 2ാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ, ജോർദാൻ ഭരണത്തലവന്മാരുമായി പശ്ചിമേഷ്യൻ സംഘർഷം ടെലിഫോണിൽ ചർച്ച ചെയ്തു. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഓർലിയൻസ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ 3 ഇന്ത്യൻ താരങ്ങൾ വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.